ഡയലോഗ് അടിച്ച് പോയ ടീംസിനെ കാണാനില്ലല്ലോ എന്ന് പറയുമായിരുന്നു. നമ്മളിവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഓ എന്തോട്ടാ കയ്യില്? കയ്യിലെന്തിര് കെട്ട്? മുറിഞ്ഞ പിന്നെ മുറിയാതെ കെട്ടു. ഓ അപ്പൊ പണി കിട്ടി. എന്താ പണി കിട്ടിയെന്ന്? വീരന്മാരാണ്. യുദ്ധത്തിന് പോകുമ്പോ കുറച്ച് ചോരയൊക്കെ പൊടിയും ആന്നും വലിയ വിഷയമുള്ള കേസൊന്നുമല്ല കേട്ടാ. ഓ അപ്പൊ പാചകത്തിന് നീയൊക്കെ യുദ്ധമായിട്ടാണോ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ കരകാര്യ അമ്മൂമ്മയൊക്കെ എല്ലാ ദിവസവും യുദ്ധത്തിന് പോകുന്ന ആൾക്കാരാണല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതെ അവര് എന്നോട് പറഞ്ഞ ഞാൻ അംഗീകരിച്ചു കൊടുക്കും. ചേച്ചി എന്നോട് പറഞ്ഞത് കേട്ടല്ലേ? ഓടാണെന്ന് സത്യം പറഞ്ഞ സങ്കടം തോന്നുന്നു. என்னாச்சுடா? கறி ஏதாவது கரிஞ்சுதா? കറിയൊന്നും കരിഞ്ഞൊന്നുമില്ല. പിന്നെ അവിടെ വന്ന് നോക്കണം. കറിയൊക്കെ ആ പാത്രത്തിന്റെ മുകളിൽ നിരന്ന് ഇങ്ങനെ ഇരിക്കുകയല്ലേ. എത്ര വെറൈറ്റീസ് ഞാൻ അറിയാത്തണ്ട് ചോദിക്കാണ്. ഇത്രയും കൊല്ലം നിങ്ങളൊക്കെ അടുക്കള കിടന്ന് എന്തിനാണ് കാണിച്ചു കൂട്ടിക്കൊണ്ടിരുന്നത്? ഭക്ഷണം കഴിച്ചിട്ട് തള്ളിയാ പോരെ? ഞങ്ങളല്ലേ കഴിക്കുന്നത്. ഞങ്ങൾ കഴിച്ചിട്ട് അഭിപ്രായം പറയാം. അതിന് മുന്നേ ബിൽഡപ്പ് ചെയ്യണ്ട. ചേച്ചി അങ്ങനെ ഇപ്പൊ കഴിച്ചിട്ട് വലിയ അഭിപ്രായം ഒന്നും പറയണ്ട. കഴിച്ച് കഴിയുമ്പോ ചേച്ചി തല ഇറങ്ങി നോക്കിയോ? അപ്പൊ അത്രയ്ക്ക് മോശ? അത്രയ്ക്ക് നല്ലതെന്ന്. ടേസ്റ്റ് പഠിച്ചൊക്കെ എണീറ്റും ഡാൻസ് കളിക്കും. എന്നാലും ഒരു സങ്കടം. എന്തിനാടാ സങ്കടം? ഒന്നും പറയണ്ട അമ്മ, ഒരു കുറ്റബോധമൊക്കെ. എന്തോട്ടാ കാര്യം? പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ. ദൈവത്തിന്റെ വിധിയല്ലേ, വിധിച്ച പോലെ നടക്കുള്ളൂ. എന്താടാ? എന്ത് നല്ല തങ്കപ്പെട്ട അളിയനാണ് എനിക്ക് കിട്ടിയത്. ഇത്രയും നല്ലൊരു അളിയനെ കിട്ടണമെങ്കിൽ ഞാൻ എത്ര ജന്മം സുഹൃത്തും ചെയ്ത് കാണണം അല്ലേ ചേച്ചി? ഇപ്പൊ എന്താ പ്രശ്നം? എന്താ അളിയന്റെ കാര്യം ഇങ്ങനെ പറയായിരുന്നേ. കാശ് മുടക്കാനൊന്നും ഒരു മടിയില്ല. ആഠ്യത്തിനാണെങ്കിൽ ആഠ്യത്വം, സ്നേഹത്തിനാണെങ്കിൽ സ്നേഹം, കൈപുണ്യത്തിനാണെങ്കിൽ കൈപുണ്യം, എല്ലാത്തിലും സകലകലാവല്ല. എന്താടാ ചേന്ന് പറയുന്നേ? ഒന്നുമില്ല അമ്മൂമ്മ, ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടണില്ല. നീ എന്താ ആലോചിക്കണേന്ന് പറ. എന്തോട്ടാ കാര്യം? കാര്യം സത്യം പറയാലോ അമ്മൂമ്മ, അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോ അളിയനും കൂടെ അവരുടെ കൂടെ വന്നായിരുന്നെങ്കിൽ ഞാൻ ചേച്ചിയെ കെട്ടിച്ച് കൊടുക്കൂല. டேய் விஷயத்தை முதல்ல சொல்லி தொலைடா. എങ്ങനെ കെട്ടിച്ചു കൊടുക്കും? അളിയൻ വേറെ ഏതെങ്കിലും നല്ലൊരു പെങ്കൊച്ചിനെയും കിട്ടി എവിടെങ്കിലും സ്വസ്ഥോ സമാധാനവും ശാന്തിയായിട്ട് ജീവിച്ചങ്ങ് പോയേനെ. ഇതിപ്പോ ഒരുമാതിരി കൊക്കെ വന്നു വീണ അവസ്ഥയായില്ലേ? സ്വന്തം പെങ്ങളെ ഇടിച്ച് താഴ്ത്തിയിട്ട് അളിയനെ പൂക്കി പറയുന്ന ഞാൻ എന്റെ അളിയനെ മുക്കി പറയും. ഇതേ ഞാൻ പറഞ്ഞത്. എന്തുവാടാ ഇവിടെ? എന്താ പ്രശ്നം? ഒന്നും പറയാനളിയാ, അളിയന്റെ ഭാര്യ ഭയങ്കര ശല്യം. അതിനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലടാ, സഹിക്ക. അളിയാ, നമ്മളെ ഉണ്ടാക്കിയ കറികളൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടുത്തെ പാത്രങ്ങൾ തികയത്തില്ല. അതുകൊണ്ട് വാഴയിലയുടെ ആവശ്യമുണ്ട്. പോയി വാഴയില മുറിച്ചിട്ട് വാ. ഓക്കെ അളിയാ. പിന്നെ വാഴത്തണ്ട് കൂടെ എടുക്കണം. നമുക്ക് ഈ നെയ്യ് ഒഴിക്കാൻ വേണ്ടിട്ടേ വാഴത്തണ്ട്. വാഴത്തണ്ട്? ആ, സ്പൂണ് പോലെ നെയ്യ് ഒഴിക്കാൻ? വാഴത്തണ്ട് വേണം. അതാണ് അതിന്റെ ഒരു രീതി. ഓക്കെടാ. സദ്യ അല്ല, സദ്യ പോലെ. അമ്മൂമ്മ, ഇവിടുത്തെ കായം അത്ര പോരാ കേട്ടോ. പിന്നെ ഒരു 2-3 പൊടിക്കൈയൊക്കെ വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു. അളിയ രസം എങ്ങനെയുണ്ട് പറഞ്ഞേ? അമ്മൂമ്മ, രസമെന്ന് പറഞ്ഞ ഇതാണ് രസം. അളിയാ, എന്നാ പിന്നെ വാഴയിൽ മുറിച്ചിട്ടോ, ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഓക്കേ. ലച്ചേച്ചി കുളിങ്ങ സ്പീച്ച്. ലച്ചസ് ഒന്ന് മാറുന്നേ, എനിക്കൊന്ന് കുറച്ചേരം ഇരിക്കണായിരുന്നു. ഇങ്ങോട്ട് മാറിക്കൊടുക്ക ലച്ചു. വാഴ മുറിക്കാൻ കത്തി വേണ്ടേ? വേണം. അയ്യോ, ഒരു കാര്യം മറന്നുപോയി. എടാ, ചോറ് വാർത്തില്ല. ഞാൻ വാർത്തില്ല. വെള്ളവും ഇതും തപ്പി വാർത്തില്ല. വന്നേ, ഇങ്ങോട്ട് വാ. ഇത് പറയണ്ടേ? ഇത് എന്താണ് ഷോ? ചോറും കറി വെക്കാനാണ് എത്ര ഷോ? ചേച്ചി നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും. നമ്മളെയൊക്കെ ഞെട്ടിച്ചു കളയുന്നോ തോന്നുന്നു. എന്റെടാ, എന്തുവാ അളിയത് മിണ്ടാ? അവിടെ ചൂറ്റിയാ പോരായിരുന്നു. എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണേ? അളിയാ, ഓരോന്നിനും അതിന്റേതായ രീതികളുണ്ട്. അങ്ങനെ ചെയ്താലേ പെർഫെക്ഷൻ കിട്ടും. നിനക്കിതൊന്നും അറിയത്തില്ലടാ, നീ കൊച്ചിറക്കലല്ലേ. കണ്ടോ?
വാ.